Hi, welcome back, and we have a brand new lesson. നമുക്ക് ഹോം സയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സയൻസിന്റെ ഭാഗമായ തിയറീസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരുപക്ഷെ ഒരൊറ്റ വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ആകില്ല. അപ്പോൾ ഒരു സീരീസ് ഓഫ് വീഡിയോസിലായിരിക്കും നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ചൈൽഡ് ഡെവലപ്മെന്റ് തിയറീസ് എന്ന് പറയുന്നത്? കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ, കുട്ടികൾ വളരുന്നതിന്റെ, ഡെവലപ്മെന്റിന്റെ, അപ്പൊ ഗ്രോത്തും ഡെവലപ്മെന്റും രണ്ടാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? രണ്ടും സ്ലൈറ്റ്ലി ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആണ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റേണൽ ഓർഗൻസ് ഡെവലപ്പ് ആകുന്നത്, മൈൻഡ് ഡെവലപ്പ് ആകുന്നത്, ചിന്തിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ആകുന്നത്. എന്നാൽ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, സൈസിലുണ്ടാകുന്ന ചേഞ്ചസ്, അതൊക്കെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മളിവിടെ സ്പെസിഫിക്കലി വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് കുട്ടികൾ എങ്ങനെയാണ് വളരുന്നത്, എങ്ങനെയാണ് അവര് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള മൾട്ടിപ്പിൾ തിയറീസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിൽ അവരുടെ ഇമോഷണൽ, അവരുടെ കോഗ്നിറ്റീവ്, അവരുടെ സോഷ്യൽ ആൻഡ് അവരുടെ ഫിസിക്കൽ ഡൊമെയിൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ഡൊമെയിൻസ് ആണ് ഈ തിയറീസ് കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ടു ഡു വിത്ത് ബ്രെയിൻ ആൻഡ് ദ തിങ്കിങ് പ്രോസസ്. അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് അവിടെ വരുന്നുണ്ട്, സോഷ്യൽ ആൻഡ് ദി ഫിസിക്കൽ ഡൊമെയിൻസ്, ഇത്രയും അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ് us see നമുക്കിന്ന് ആദ്യത്തെ തിയറി ഏതാണ്. നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയാണ് നമുക്ക് ആദ്യം ഇവിടെ നോക്കാൻ ഉള്ളത്. അപ്പോൾ ഓരോ തിയറിയും നമ്മൾ നോക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾ എങ്ങനെ വളരുന്നു, എങ്ങനെ അവർ പഠിക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഓരോ തിയറീസിലും. കാരണം ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സൈക്കോ അനലിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് തിയറി ഫ്രോയിഡ് ഇത് ഡിവൈസ് ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കാനാണെങ്കിൽ, അദ്ദേഹം ശരിക്കും ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ആ ബിഹേവിയർ എങ്ങനെ, അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എങ്ങനെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു. ബിഹേവിയർ എന്താണ്? ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു കുട്ടിയുടെ, ഒരു മനുഷ്യന്റെ പെരുമാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അപ്പം അബോധമായ ആ ഒരു മനസ്സ്, ആ മനസ്സിലെ ചിന്തകൾ എങ്ങനെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഫ്രോയിഡിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു. അതായത് കുട്ടിക്കാലത്ത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസസ്, ഓരോ കുട്ടിക്കും ഉണ്ടാകുന്ന ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ അതിൻ്റെ പേഴ്സണാലിറ്റിയെ അത് സ്വാധീനിക്കും. ഈ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ബിഹേവിയറും പേഴ്സണാലിറ്റിയും ഡെവലപ്പായി വരുന്നത് ആ കുട്ടിയുടെ ചെറുപ്പകാലത്ത്, കുഞ്ഞുകാലത്ത്, കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന്റെ തിയറി ശരിക്കും നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഒന്ന്, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് തന്നെ ഒരു സീരീസ് ഓഫ് സ്റ്റേജസ് ആണ്. ഓക്കെ, പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ആ ഒരു കുട്ടി മുതിർന്ന് വലിയ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു അഡൽട്ടായി മാറുന്നത്. അപ്പോൾ ഈ വളർന്നു വരുന്ന ഓരോ സ്റ്റേജിലും ഓരോ കോൺഫ്ലിക്റ്റ് അവർ നേരിടും. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 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 എന്താ പറയേണ്ടത്, കോൺഫ്ലിക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതാണോ അതാണോ എന്നുള്ള ആ ഒരു 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 ഫീൽ. ഒന്നുകിൽ ഈ സൈഡ് ഡെവലപ്പ് ആകാം, അല്ലെങ്കിൽ ആ സൈഡ് ഡെവലപ്പ് ആകും എന്നുള്ളതാണ് ശരിക്കും അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റ്. അപ്പൊ ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്ക് ഒരെണ്ണം നമുക്ക് ഡിസയറബിൾ ആയിരിക്കും, നമുക്ക് ആവശ്യമുള്ളതായിരിക്കും, നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കും. മറ്റൊന്ന് അതിൻ്റെ നേരെ വിപരീതവുമായിരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ആകണം. അപ്പോൾ കോൺഫ്ലിക്റ്റ് റിസോൾവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമുണ്ടായി നമ്മൾ കുട്ടികളിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, അതാണ് അവിടെ ഡെവലപ്പായിട്ട് വരേണ്ടത്. അപ്പോൾ എന്തിന് ഇത് ഫോർമുലേറ്റ് ചെയ്തു എന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം അബൌട്ട് ദ അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഡ്രൈവ്സ്, ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ,
അബോധ മനസ്സിൽ കിടക്കുന്ന ആ നിറവേറ്റാത്ത ആഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ആഗ്രഹങ്ങൾ ആ ഒരു കുട്ടിക്കാലത്തെ ഷേപ്പ് ചെയ്യുന്നു. അതോടൊപ്പം നമുക്കൊരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്ക് ലഭിക്കുകയാണ്. എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ന്യൂറോസിസും അതേപോലെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും എങ്ങനെ ഡെവലപ്പായി വരുന്നു, അതെങ്ങനെയാണ് എന്താ പറയേണ്ടത് ഓരോരുത്തരേക്കും പിടിപെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ വി വിൽ ഓൾസോ ബി ഏബിൾ ടു എക്സ്പ്ലോർ ദ ഇമ്പാക്ട് ഓഫ് ഏർലി സെക്ഷുവൽ ഡെവലപ്മെന്റ് ഓൺ ലേറ്റർ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി. അപ്പോൾ ഏർലിയർ ആയിട്ടുള്ള ആ ഒരു സെക്ഷുവൽ ഡെവലപ്മെന്റിൽ അദ്ദേഹം ഒരുപാടധികം എംഫസിസ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട്സ് നമുക്കിവിടെ നോക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു സൈക്കോ അനലിറ്റിക് തിയറിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്. നമുക്ക് മൊത്തത്തിൽ ഏകദേശം ഒരു 7 ഡിഫറെൻറ്റ് തിയറീസ് ആണ് നമുക്ക് ഈ ഒരു എന്താ പറയേണ്ടത് ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ഒരു സൈക്കോ അനലിറ്റിക് തിയറി കഴിഞ്ഞ് അടുത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് എറിക്സന്റെ തിയറിയാണ്. അപ്പോൾ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയാണ് അത് കഴിഞ്ഞ്. അതിനുശേഷം പിയാജറ്റിന്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് ദെൻ കംസ് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി. അതിനുശേഷം വാട്സന്റെയും സ്കിന്നറിന്റെയും ബിഹേവിയറൽ തിയറീസ് ഉണ്ട്. ആൻഡ് ദെൻ കംസ് ദി അറ്റാച്ച്മെന്റ് തിയറി ബൈ ജോൺ ബൗൾബി. ആൻഡ് അതിനുശേഷം നമുക്ക് യൂറി ബ്രോൺഫെൻ ബ്രെന്നറിന്റെ എക്കോളജിക്കൽ സിസ്റ്റംസ് തിയറി. അങ്ങനെ ഇങ്ങനെ ടോട്ടൽ 7 ഡിഫറെന്റ് തിയറീസ് ആണ് നമുക്ക് ഇതിനകത്തൂടെ നോക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു എന്താ പറയേണ്ടത് സൈക്കോസെക്ഷുവൽ സ്റ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മൊത്തം 5 സ്റ്റേജ് ആയിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ആൻഡ് ഹി നെയിംഡ് ഇറ്റ് ഓറൽ സ്റ്റേജ്, anal stage, phallic stage, latency stage and the genital stage. അങ്ങനെ 5 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് ഓരോ സ്റ്റേജിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. അപ്പം ആദ്യം ഓറൽ സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് 0 to 1 ഇയർ. 0 എന്ന് പറയുമ്പോഴത്തേക്ക് ജനിച്ച സമയം അല്ലേ, അത് മുതൽ 1 വയസ്സ് പ്രായമാകുന്നിടം വരെയാണ് ഈ ഒരു സ്റ്റേജിലൂടെ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഓറൽ സ്റ്റേജ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. അദ്ദേഹത്തിൻ്റെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റിൽ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 1 വയസ്സാകുന്നിടം വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയുടെ ഇന്ററാക്ഷൻ, ആ കുട്ടി പുറം ലോകവുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയാണ്. എവറിത്തിങ് ഇസ് സെന്റേർഡ് അറൌണ്ട് ഹിസ് മൗത്ത് എന്നുള്ളതാണ്. അതാണ് ആ ഒരു പ്രായത്തിലെ കുട്ടികൾ, അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും നേരെ അത് വായിലേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ ഈ ഒരു ഓറൽ സ്റ്റേജിൽ ഒരു ഇൻഫന്റിന്റെ പ്രധാന സോഴ്സ് ഓഫ് പ്ലഷർ ആൻഡ് ഇന്ററാക്ഷൻ, അപ്പം അദ്ദേഹം ഈ ഒരു സോഴ്സ് ഓഫ് പ്ലഷർ അദ്ദേഹം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻഫന്റിന് ദർ ഇസ് എ സർട്ടൻ പ്ലഷർ ദാറ്റ് ഹി ഓർ ഷീ ഗെറ്റ്സ്. ആ ഒരു പ്ലഷർ കിട്ടുന്നതും ആ ഒരു ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ഇസ് ത്രൂ ദ മൗത്ത് എന്നുള്ളതാണ്. അപ്പോൾ മൗത്തിനെ, വായ തന്നെയാണ് ഇവിടെ ഒരു പ്രൈമറി ഓർഗൻ ഓഫ് പ്ലഷർ ആയിട്ട് എടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ പ്ലഷർ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഭക്ഷണം കഴിക്കുന്നതിലൂടെ പ്ലഷർ അച്ചീവ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ക്രൂഷ്യൽ ഫോർ സർവൈവൽ ഓഫ് ദ ഇൻഫന്റ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പീരീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പാല് കുടിക്കുന്നതിന് ദ ചൈൽഡ് ഹാസ് ടു സക്ക്. അപ്പോൾ സക്കിങ്, ബൈറ്റിംഗ്, ചൂയിങ്, സ്വാലോയിങ്, ഇത്രയാണ് ഈ ഒരു സ്റ്റേജിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു റിഫ്ലെക്സസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. റൂട്ടിങ് റിഫ്ലെക്സ്, സക്കിങ് റിഫ്ലെക്സ് എന്നൊക്കെയുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റേജിൽ. ഇപ്പോൾ റൂട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞിൻ്റെ ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ടല്ലോ, അതിൻ്റെ ചീക്കിൽ എന്തെങ്കിലും ഒന്ന് തട്ടുകയാണെങ്കിൽ ആ ഒരു സൈഡിലേക്ക് തല തിരിക്കാനുള്ള ആ ഒരു നാച്ചുറൽ ടെൻഡൻസിനെയാണ് നമ്മളിവിടെ റൂട്ടിങ് എന്ന് ശരിക്കും പറയുന്നത്. ആ ഒരു റൂട്ടിങ് റിഫ്ലെക്സ് അത് തന്നെയാണ് അല്ലേ. അപ്പോൾ ബേസിക്കലി കുഞ്ഞ് എന്താണ് ട്രൈ ചെയ്യുന്നത്, ആ ഒരു ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നിപ്പിൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് സക്കിങ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഓൺലി എ വേ ഫോർ ദ ഇൻഫന്റ് ടു റിസീവ് ന്യൂട്രീഷൻ, അതിന് ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ എ സോഴ്സ് ഓഫ് കംഫർട്ട്, എ സോഴ്സ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്.
അപ്പോൾ എന്താ പറയണ്ടേ, ഈ ആക്ടിവിറ്റീസ് കുട്ടി ചെയ്യുന്നതോടുകൂടി ദ ചൈൽഡ് റിസീവ്സ് എ സെൻസ് ഓഫ് പ്ലഷർ ആൻഡ് സെക്യൂരിറ്റി അറ്റ് ദ സെയിം ടൈം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഓറൽ സ്റ്റേജിന്റെ കീ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഇസ് സക്കിംഗ്, ആൻഡ് അതോടുകൂടി ആലോചിച്ച് നോക്കിയേ ടേസ്റ്റിംഗ് അവിടെ. അപ്പൊ വായിൽ എന്തുകൊണ്ട് വെച്ചിരുന്നാലും അതിന്റെ ആ ഒരു ടേസ്റ്റ് കുഞ്ഞിന് ലഭിക്കുന്ന അല്ലേ. അപ്പൊ ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൂടെ നമുക്ക് നമ്മുടെ പരിസരം, നമ്മുടെ ചുറ്റാകെ ഉള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് അല്ലെ, കുട്ടി ആ പല്ലുകൾ വന്ന് തുടങ്ങുന്നതോടുകൂടി ദേ സ്റ്റാർട്ട് ടു ബൈറ്റ് ആൻഡ് ദേ സ്റ്റാർട്ട് ടു ചൂ. അപ്പോൾ വീണ്ടും ഒരു ഫെർദർ സാറ്റിസ്ഫാക്ഷൻ അവിടെ കുട്ടികൾക്ക് വരുന്നതായി, കാരണം കൂടുതൽ സെൻസേഷൻസ് അവർക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നു ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, അപ്പൊ ഈ സ്റ്റേജിന്റെ ഇനി ഇമ്പാക്റ്റ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസസും ഈ ലഭിക്കുന്ന ഇന്ററാക്ഷൻസും, അതായത് ഈ ഒരു ഓറൽ സ്റ്റേജിലുള്ളത് ഒരു ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ആ കുഞ്ഞിന്റെ പേഴ്സണാലിറ്റിയിൽ വരും എന്നുള്ളതാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പൊ ഫ്രോയിഡ് പറയുന്നതനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓറൽ നീഡ്സ്, അപ്പൊ നമ്മൾ കണ്ടു ഈ ഓറൽ നീഡ്സ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സോഴ്സ് ഓഫ് ഗ്രാറ്റിഫിക്കേഷനും കൂടിയാണ്. അപ്പൊ ഈ ഓറൽ നീഡ്സ് ആ ഒരു സ്റ്റേജിൽ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ദെൻ വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ്. ഇനി അതുമല്ല, ഈ വീനിങ് എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഏർലി ആയിട്ട് അത് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടീഷനിലേക്ക് പോകും കുഞ്ഞ്, ദാറ്റ് ഇസ് കോൾഡ് ഓറൽ ഫിക്സേഷൻ എന്നുള്ളത്. അപ്പൊ ഈ ഫിക്സേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി അത് വളർന്നു വരുമ്പോഴത്തേക്ക് പല രീതിയിലേക്ക് അത് ആയിത്തിരിയാം, ആയി മാറാം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വീനിങ് എന്ന ഒരു വാക്ക് ഞാനിവിടെ ഉപയോഗിക്കും അല്ലേ. അപ്പൊ വീനിങ് എന്താണ്? വീനിങ് ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസിഷനിങ്. ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിൽ നിന്ന് ബോട്ടിൽ ഫീഡിങ്ങിലേക്ക് ട്രാൻസിഷൻ ചെയ്തു പോകുന്നതിനെയാണ് ശരിക്കും വീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് കുറച്ച് സോളിഡ് ഫീഡ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുന്ന ആ ഒരു സമയം. അപ്പോൾ ഫ്രോയിഡിന്റെ തിയറിയിൽ ഈ ഒരു പ്രോസസ്സ്, ഈ വീനിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട് ഈ ഒരു ഓറൽ സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷുവൽ ഡെവലപ്മെന്റിൽ. ഓക്കെ, അപ്പോൾ ഈ വീനിങ്ങിന്റെ ടൈമിങ് ഇത് വളരെ നേരത്തെ ആയി പോകുന്നോ അതോ വളരെ ലേറ്റ് ആയിട്ട് പോകുന്നോ എന്നുള്ളത് വളരെ പ്രധാനമാണിത്. കാരണം അതാണ് ആ കുഞ്ഞിന്റെ പിന്നീടുള്ള ആ ഒരു എന്താ പറയേണ്ടത് എക്സ്പീരിയൻസിനെ, അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ആ എക്സ്പീരിയൻസ് ആണ് ഓറൽ ഗ്രാറ്റിഫിക്കേഷനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയായി അത് ഓറൽ ഫിക്സേഷനിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഓറൽ ഫിക്സേഷനിലേക്ക് പോകുന്നത്? ആ ഒരു ഇൻഫന്റിന്റെ ഓറൽ നീഡ്സ് ഉണ്ടല്ലോ, അതായത് സക്കിംഗ്, ബൈറ്റിംഗ്, ചൂയിങ് എന്നൊക്കെ പറയുന്നത്, ഈ നീഡ്സ് പ്രോപ്പറായിട്ട് ഓറൽ സ്റ്റേജിൽ സാറ്റിസ്ഫൈ ചെയ്യാതെ വരും. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്നത് എപ്പോഴാണ്? വെൻ ദ ചൈൽഡ് ഈസ് ഈദർ ഓവർ ഗ്രാറ്റിഫൈഡ് അല്ലെങ്കിൽ ദ ചൈൽഡ് ഇസ് അണ്ടർ ഗ്രാറ്റിഫൈഡ് എന്നുള്ളത്. അപ്പൊ ഓവർ ഗ്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീനിങ് വളരെ താമസിച്ച് സംഭവിക്കുന്നു. അതായത് ആ ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് ബോട്ടിൽ മിൽക്കിലേക്ക് പോകുന്നത് വളരെ ലേറ്റ് ആയിട്ട് സംഭവിക്കുന്നു. അണ്ടർ ഗ്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ അത് വളരെ നേരത്തെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സിറ്റുവേഷനിലും ആ ഒരു എന്താ പറയേണ്ടത് ഓറൽ സ്റ്റേജിൽ നീഡ്സ് അവിടെ മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റേജിൽ ഫിക്സ്ഡ് ആയി പോകും. അപ്പൊ ഫിക്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, അവിടെ സ്റ്റക്കായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവിടെ സ്റ്റാഗ്നന്റ് ആയി എന്ന് വേണമെങ്കിൽ. കാരണം അതിൽ നിന്ന് റിസോൾവ് ആയി മുന്നോട്ട് നീങ്ങാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് മുതിർന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ പുകവലിക്കുന്ന ഒരു ശീലം വരുന്നത്, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ്, അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നഖം കടിക്കുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് പോകുന്ന, ഇനി അതും അല്ലെങ്കിൽ വിരൽ വായിലിടുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു സ്വഭാവം ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ മുതിർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വരുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ അത് അബോധ മനസ്സിലുള്ള ചില അറ്റംപ്റ്റുകളാണ് ആ ഒരു ഓറൽ പ്ലഷർ ആ കുട്ടിക്കാലത്ത്, ആ കുഞ്ഞ് ഇൻഫന്റ് ആയിരുന്ന സമയത്ത് അവർക്ക് മിസ്സായി പോയ ആ ഓറൽ പ്ലഷറിനെ വീണ്ടെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന, അബോധ മനസ്സോടുകൂടി തന്നെ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ് മുതിർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സ്മോക്കിംഗ്, ഓവർ ഈറ്റിംഗ്, നെയിൽ ബൈറ്റിംഗ്, തം സക്കിംഗ് പോലെയൊക്കെയുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓറൽ ഫിക്സേഷനും
വീനിങ്ങും എന്തായെന്ന് മനസ്സിലായല്ലോ. ഓറൽ ഫിക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു ആവശ്യത്തിനുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആ സ്റ്റേജിൽ ലഭിക്കുന്നില്ല. അത് ലഭിക്കാതെ വരുമ്പോഴത്തേക്ക് അവിടെ സ്റ്റാഗ്നന്റ് ആയി പോകുന്നു, അവിടെ ഫിക്സ്ഡ് ആയി പോകുന്നു. ആൻഡ് ദാറ്റ് ആക്ച്വലി ലീഡ്സ് ടു എ ലോട്ട് ഓഫ് ഫർദർ പ്രോബ്ലംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇൻഎഡിക്വേറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ. അപ്പൊ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ഓറൽ സ്റ്റിമുലേഷൻ ആ പ്രായത്തിൽ കിട്ടിയില്ല എങ്കിൽ അവർ ഓറൽ ഫിക്സേഷനിലേക്ക് പോകും. ആൻഡ് പിന്നീട് അവർ മറ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് സ്മോക്കിംഗ് അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിലൂടെ ആ മിസ്സായി പോയ ഗ്രാറ്റിഫിക്കേഷൻ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഓവർ ഗ്രാറ്റിഫിക്കേഷൻ ആയി പോവുകയാണെങ്കിലോ, അപ്പോൾ ഒത്തിരി അധികം ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ലഭിച്ചു പോയാൽ അതും ഒരു ഫിക്സേഷനിലേക്ക് എത്താം ബിക്കോസ് ഓഫ് ദി എക്സസീവ് പ്ലഷർ. അപ്പോൾ നമുക്ക് എക്സസ് ആയിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് പ്ലഷർ ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആക്ടിവിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത നമുക്കുണ്ടാകും അല്ലേ. അപ്പോൾ എന്താ പറയേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവർ അഡൾട്ടായി കഴിയുമ്പോഴത്തേക്ക് ഈ ഓറൽ ഫിക്സേഷൻ ഉണ്ടായാൽ സംഭവിക്കാനുള്ള സാധ്യതകളിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്മോക്കിംഗ് തിരിയാം, ഓവർ ഈറ്റിങ്ങിലേക്ക് പോകാം, ഈ ഒരു നെയിൽ ബൈറ്റിംഗ് അല്ലെങ്കിൽ തം സക്കിംഗ് എന്നൊക്കെയുള്ളത്. സോ ആ ഒരു എന്താ പറയേണ്ടത് റെസല്യൂഷൻ ഇവിടെ നടക്കണം. ആവശ്യത്തിനുള്ള ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കണം. അത് ഓവർ ആകരുത്, അണ്ടർ ആകരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, ഈ ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 മുതൽ 3 വയസ്സ് വരെ ചൈൽഡ് ഇസ് ഇൻ ദി ഏനൽ സ്റ്റേജ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏനൽ സ്റ്റേജിൽ ശരിക്കും ഫോക്കസ് ഇസ് ഓൺ ദ ബ്ലാഡർ ആൻഡ് ഓൺ ദ ബവൽ ആൻഡ് ദ ബ്ലാഡർ കൺട്രോൾ. ഇപ്പൊ ബവൽ മൂവ്മെന്റ് അല്ലെ, ഇപ്പൊ ടോയ്ലറ്റിൽ പോകുന്നത്, ആ ഒരു കൺട്രോൾ ഇവിടെ ലഭിച്ചു കൊണ്ടുവരുന്ന ഒരു സ്റ്റേജാണ് ഈ 1 to 3 years എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഈ ഒരു ഏനൽ സ്റ്റേജിനെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത് ഈ സൈക്കോസെക്ഷുവൽ ഡെവലപ്മെന്റിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ 1 and 3 years. ഈ ഒരു പീരിയഡിൽ പ്രൈമറി ഫോക്കസ്, ആ ഒരു കുട്ടിയുടെ പ്ലഷർ ലഭിക്കുന്ന പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ആ ബവൽ മൂവ്മെന്റ്സിനെയും ബ്ലാഡർ മൂവ്മെന്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് പ്ലഷർ ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഏനൽ സ്റ്റേജിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത്, കുട്ടിക്കൊരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു അവെയർനെസ് ഉണ്ടാകുന്നു അല്ലേ. ആ ബോഡി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനും ബോഡി ഫങ്ഷൻസ് തന്നെ മനസ്സിലാക്കുന്നതിനും അതിനെ കൺട്രോൾ ചെയ്യുന്നതിനുമുള്ള ഒരു അവെയർനെസ് വരുന്നത്. പ്രത്യേകിച്ചും ആ ഒരു നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ട, പുറത്തേക്ക് കളയേണ്ട വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ഉള്ള ഒരു ബോധം അവിടെ വരുന്നു എന്നുള്ളത്. അപ്പൊ ഇതും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. കാരണം ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ഒരു ഓട്ടോണമി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഈ ഒരു സ്റ്റേജിൽ ലഭിച്ചു വരുന്നു. നമ്മൾ കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറയും. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വയമേ ടോയ്ലറ്റിൽ പോവുക എന്നൊക്കെയുള്ള ആ ഒരു സ്റ്റേജ്, ആ ഒരു ഡെവലപ്മെന്റിലേക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടത്തെ ഈ ഒരു പ്രൈമറി കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് തന്നെയാണ്. ഇവിടുത്തെ പ്രധാന കോൺഫ്ലിക്റ്റ്, അതായത് ഒന്നുകിൽ കുട്ടി ആ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ വിജയിക്കും എന്ന് പറഞ്ഞാൽ ഈ ബവൽ ആൻഡ് ബ്ലാഡർ ഫങ്ഷൻസിനെ മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും കുട്ടിക്ക് സാധിക്കും, ഇല്ലെങ്കിൽ അത് സാധിക്കില്ല. അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ വരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 is the ടോയ്ലറ്റ് ട്രെയിനിങ് ഇറ്റ് സെൽഫ്. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബോഡിലി നീഡ്സ് അല്ലെങ്കിൽ കോൾ ഓഫ് നേച്ചർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക. അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കേ, ഇതിനകത്ത് ആ ഒരു ഫിസിക്കൽ കൺട്രോളും വരുന്നത് സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസും ഈ ഒരു സ്റ്റേജിൽ വന്ന് തുടങ്ങുന്നത് അല്ലേ. കാരണം ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ എവിടെയും നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു ടോയ്ലറ്റ് നമ്പർ 1 പോവുക, നമ്പർ 2 പോവുക, അതൊരു സർട്ടൻ സ്റ്റേജ് കഴിഞ്ഞാൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്നും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടെന്നും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് എന്നുള്ളത്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് തരണം ചെയ്യുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, എന്തോ ഒന്ന് നേടിയെടുത്തത് പോലെയുള്ള ആ ഒരു അക്കംപ്ലിഷ്മെന്റ് അവിടെ വരുന്നത്. അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് മാനേജ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ ഒരു സെൻസ് ഓഫ് കമ്പീറ്റൻസ് ഉണ്ടാകുന്ന ഒരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് അവിടെ കുട്ടിക്ക് വരുന്നത്. ആൻഡ് ദ ചൈൽഡ് ആക്ച്വലി ഫീൽസ് പ്രൗഡ് ഓഫ് ദിയർ എബിലിറ്റി.
അപ്പൊ ഇവിടെ പുതിയതായിട്ട് കിട്ടുന്ന ആ ഒരു എബിലിറ്റി എന്താണ്? ദ എബിലിറ്റി ടു കൺട്രോൾ എ വെരി ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ദിയർ ബോഡി, അല്ലെ? അവരുടെ തന്നെ ശരീരത്തിന്റെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റിനെ അവർ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്നു. അപ്പൊ തന്നെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് അവരിൽ ബിൽഡ് ആകാൻ തുടങ്ങും. അവർ കുറെ കൂടെ ഓട്ടോണമസ് ഇൻഡിപെൻഡൻസിയിലേക്ക് അങ്ങ് പോകും. ആൻഡ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇവിടെ പേരൻസിന്റെ ആ ഒരു സ്വാധീനമാണ്. അപ്പൊ പേരൻസ് എന്ത് അപ്രോച്ച് എടുക്കുന്നു ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ സമയത്ത്, അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് കുട്ടിയുടെ ആ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ ബാധിക്കാം എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ പേരൻസിന്റെ സൈഡിൽ നിന്ന് പേരൻസ് വളരെയധികം സമാധാനത്തോടു കൂടിയും ശാന്തതയോടുകൂടിയും പോസിറ്റീവായിട്ട് ആ ഒരു ട്രെയിനിങ് ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ ഉണ്ടാകും കുട്ടിക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക്. ആൻഡ് ഈ സ്റ്റേജിൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകില്ല, അത് റിസോൾവ്ഡ് ആയി അങ്ങ് പോകും എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന, ഇത് റിസോൾവ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ റിസോൾവ് ആയാൽ എന്ത് ഇമ്പാക്റ്റ് ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നോക്കുകയാണെങ്കിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റ് ഇത് ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലും ബിഹേവിയറിലും കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയി എന്നിരിക്കുക. അപ്പോഴാണ് ഒരു സെൻസ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പീറ്റൻസ്, എ സെൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി അവിടെ കുട്ടിയിൽ അവിടെ വരുന്നു. അപ്പോൾ ആ ടോയ്ലറ്റ് ട്രെയിനിങ് നല്ലതായിട്ട് പോയി, ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് അവിടെ വന്ന് ആ ഒരു സ്റ്റേജിൽ, ആ ഒരു ഏജിൽ ഹി ഫീൽസ് ദറ്റ് ഹീസ് or she is worthy of himself എന്നുള്ളത്. They feel that they are productive and അവർ സക്സസ്ഫുൾ ആയിട്ട് ഒരു ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് ടാസ്ക് അവർ അച്ചീവ് ചെയ്തു എന്നുള്ളത്. ഓൺ ദി അതർ ഹാൻഡ്, ഇത് സക്സസ്ഫുൾ അല്ല, ഈ ടോയ്ലറ്റ് ട്രെയിനിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് വെക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്യാതെ വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്, ഭയങ്കര ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുക, ഒരു വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്. അപ്പോൾ അങ്ങനെ ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് അടിച്ചു പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന സമയത്ത് ആ ഒരു കുട്ടി, ദ ചൈൽഡ് മേ ഡെവലപ്പ് ഏനൽ റിറ്റൻറ്റീവ് പേഴ്സണാലിറ്റി. അപ്പോൾ ഈ ഏനൽ റിറ്റൻറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഒബ്സസീവ്നെസ് ആയി പോകും വിത്ത് ഓർഡർലിനെസ്, വിത്ത് ക്ലെൻലിനെസ്, വിത്ത് പങ്ക്ച്വാലിറ്റി, ആൻഡ് അവർക്കൊരു ഹൈ ഡിഗ്രി ഓഫ് റെസ്പെക്ട് ഉണ്ടാകും ഫോർ അതോറിറ്റി എന്നുള്ളത്. ഇവര് വളരെ കോഷ്യസ് ആയിരിക്കും ആൻഡ് പെർഫെക്ഷനിസ്റ്റ് എന്നുള്ള ആ ഒരു നിലയിലേക്കൊക്കെ അങ്ങ് പോകും. അപ്പോ ഈ ഒരു ഏനൽ റിറ്റൻറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് വേണ്ട ഒരു പേഴ്സണാലിറ്റി ആണോ അതോ വേണ്ടാത്ത ഒരു പേഴ്സണാലിറ്റി ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ. അപ്പൊ പേരൻസ് വളരെയധികം സ്ട്രിക്റ്റ് ആകുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ആ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ ഈ പറഞ്ഞത്, അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ ഈ പറഞ്ഞത്. എല്ലാം എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അത് അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. അതാണ് ആ ഒരു ഓർഡർലിനെസ്, ക്ലെൻലിനെസ്, പങ്ക്ച്വാലിറ്റി, കൃത്യസമയത്ത് എത്തേണ്ട സമയത്ത് അത് എത്തുന്നു, ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യുന്ന. ആൻഡ് അതോറിറ്റിയെ ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആയിരിക്കും. അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛനും അവരുടെ അമ്മയും തന്നെയാണ് അതോറിറ്റി ഫിഗേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇവർ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന നിലയിലേക്ക് പോകും. എപ്പോഴും ഭയങ്കര ശ്രദ്ധയായിരിക്കും, ഭയങ്കര കോഷ്യസ് ആയിട്ട് അവര് കാര്യങ്ങൾ ചെയ്യുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ്, എന്താ പറയേണ്ടത്, ഏനൽ റിറ്റൻറ്റീവ് ട്രെയ്റ്റ് എന്നുള്ളത്. ഇനി ഏനൽ എക്സ്പൾസീവ് ട്രെയ്റ്റ് ഉണ്ട്. അപ്പൊ ഇതെപ്പോഴാണ് ശരിക്കും വരുന്നത്? അൺസക്സസ്ഫുൾ കംപ്ലീഷൻ തന്നെയാണ് ഈ ഏനൽ റിറ്റൻറ്റീവും ഏനൽ എക്സ്പൾസീവും. അപ്പൊ ഏനൽ എക്സ്പൾസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പേരൻസ് എന്ന് പറയുന്നത് വളരെ ലീനിയന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ടോയ്ലറ്റ് ട്രെയിനിങ് അവർ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്ത് അവ എങ്ങനെയെങ്കിലും ഒക്കെ പോട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ അവരങ്ങ് നെഗ്ലക്ട് ചെയ്തു. അപ്പോഴാണ് ഈ ഒരു എക്സ്പൾസീവ് പേഴ്സണാലിറ്റി അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവില്ല അവരുടെ ആ ഒരു ലൈഫിൽ, അല്ലെങ്കിൽ കെയർലെസ് ആയിരിക്കും എല്ലാ കാര്യത്തിലും. ആൻഡ് വളരെയധികം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി, എല്ലാം നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി അവിടെ വരും. അപ്പൊ അവർ തീരെ ഓർഗനൈസ്ഡ് ആകില്ല, എല്ലാ കാര്യത്തിലും റിബലായിട്ട് അവർ നിൽക്കാനായിട്ടുള്ള ആ ഒരു ശ്രമം അവിടെ വരും. ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അവരിൽ ബിൽഡ് ആകില്ല.
അപ്പൊ നമുക്കറിയാം ഓവറായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയാലും ആ ഒരു ഏനൽ റിറ്റൻറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകും. എന്നാൽ വളരെയധികം ലീനിയന്റ് ആയിരുന്നാലും ഒരു ഏനൽ എക്സ്പൾസീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകും. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് തന്നെയാണ്. അപ്പോഴാണ് ആ ഒരു സെൻസ് ഓഫ് കമ്പീറ്റൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഒരു വ്യക്തിയിൽ വരിക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് നോക്കാം. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ദ ഫാലിക് സ്റ്റേജ്. 3 to 6 years ആണ്. 3 year ആയപ്പോഴത്തേക്ക് ഏനൽ സ്റ്റേജ് അവസാനിച്ചു. പിന്നെ പോകേണ്ടത് ഫാലിക് സ്റ്റേജിലേക്കാണ് 3 to 6 years. ഈ ഒരു ഫാലിക് സ്റ്റേജില് ശരിക്കും അവരുടെ ജെനിറ്റൽസിലാണ് ഫോക്കസ് വരുന്നത്, അല്ലെ? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ജെനിറ്റൽസ് ഉണ്ടല്ലോ, അതിലേക്കാണ് ഈ ഒരു സ്റ്റേജിൽ അവരുടെ ആ ഒരു ഫോക്കസ് വരിക എന്ന് പറയും. ഇത് തേർഡ് സ്റ്റേജ് ആണ് സൈക്കോസെക്ഷുവൽ ഡെവലപ്മെന്റിൻ്റെത്. ആൻഡ് ഈ ഒരു പീരീഡില് ശരിക്കും അവരുടെ ആ ഒരു പ്ലഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലഷറിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഇറ്റ് മൂവ്സ് ടു ദി ജെനിറ്റൽ ഫാലിക് സ്റ്റേജിൽ. ഓക്കെ, സോ എവറിത്തിങ്, അല്ലെങ്കിൽ ദ പ്ലഷർ, ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ മൗത്ത് ഇൻ ദ ഓറൽ സ്റ്റേജ് ആൻഡ് പിന്നെ വിത്ത് കൺട്രോളിങ് ദ ബവൽ മൂവ്മെന്റ്സ് ആ ഒരു ഏനൽ സ്റ്റേജിൽ, ആൻഡ് പിന്നെ വന്ന് നിൽക്കുന്നത് ഇവിടെ ആ ഒരു ജെനിറ്റൽ സ്റ്റേജിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അവരുടെ തന്നെ സ്വന്തം ബോഡീസിനെ അല്ലെങ്കിൽ ശരീരത്തെ കൂടുതൽ മനസ്സിലാക്കുന്നു. ആൻഡ് അവര് മെയിൽ ഉണ്ടെന്നും ഫീമെയിൽ ആണെന്നും എന്നുള്ള ഡിഫറൻസസ് അവർ മനസ്സിലാക്കാനായിട്ട് അവര് തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സെക്ഷുവൽ ഐഡന്റിറ്റി ഈ ഒരു സ്റ്റേജിൽ അവിടെ ഡെവലപ്പ് ആയിട്ട് വരുന്നു, അല്ലേ? അപ്പോൾ സെക്ഷുവൽ ഐഡന്റിറ്റി ഡെവലപ്പ് ആകുന്നതിനോടൊപ്പം തന്നെ ഒരുപാടധികം ഇമോഷണൽ ആസ്പെക്ട്സ് ഇതിനകത്ത് ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇമോഷണൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ടു ഡിസയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം, കോമ്പറ്റിഷൻ, ജലസി, ഈ മെന്റാലിറ്റീസ് ഒക്കെ ഈ ഒരു സ്റ്റേജിൽ ഡെവലപ്പായി വരും എന്ന് പറയാം. ആൻഡ് ഈ ഒരു ഫാലിക് സ്റ്റേജിൽ നമുക്ക് എന്താ പറയേണ്ടത്, അതിന്റെ കീ എലിമെന്റ്സ് എന്ന് പറയുന്നതിൽ ഒരെണ്ണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഇസ് ദി ഈഡിപ്പസ് കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ ഓഡിപ്പസ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആ ഒരു OA നമ്മളൊന്ന് സൈലന്റ് ആക്കി വെച്ചിട്ട് റീഡ് ഇറ്റ് ആസ് ഈഡിപ്പസ് കോംപ്ലക്സ്. അപ്പൊ ഇത് ബോയ്സിൽ വരുന്ന ഒരു കോംപ്ലക്സ് ആണ്. അപ്പൊ ഫ്രോയിഡ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ ബോയ്സിന് അൺകോൺഷ്യസ് ആയിട്ടുള്ള, അവർ ശരിക്കും അതിനെപ്പറ്റി ബോധപൂർവം ചിന്തിക്കാതെ അവർക്ക് ഒരു സെക്ഷുവൽ ഡിസയർ അവർക്കുണ്ടാകും, ഒരു സെക്ഷുവൽ ആഗ്രഹം അവർക്കുണ്ടാകും. ആൻഡ് ഈ ഒരു ഡിസയർ അവരുണ്ടാകുന്നത് അവരുടെ അമ്മയിലേക്കാണ്. ആൺകുട്ടികളാണെങ്കിൽ ദേ ഗെറ്റ് അട്രാക്റ്റഡ് ടു ദിയർ മദർ എന്നുള്ളത്. ആൻഡ് ഈ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്, അപ്പോ എന്താ പറയേണ്ടത്, ഒരു സെക്ഷുവൽ ഡിസയർ അവന്റെ അമ്മയുടെ അടുത്ത് അവൻ ഉണ്ടാകുമ്പോൾ ശരിക്കും അവന്റെ ഫാദർ എന്ന് പറയുന്ന വ്യക്തി അവന്റെ ഒരു റൈവലായി മാറി അവൻ ആൺകുട്ടി. ഇതിനെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇസ് നെയിംഡ് ആഫ്റ്റർ ഗ്രീക്ക് മിത്തോളജിക്കൽ ക്യാരക്ടർ ഈഡിപ്പസ്. ഓക്കെ, അപ്പോ അദ്ദേഹം ചെയ്ത ഒരു പണി എന്ന് പറയുന്നത്, ഹി കിൽഡ് ഹിസ് ഫാദർ ആൻഡ് മാരിഡ് ഹിസ് മദർ. ഈ എന്താ പറയേണ്ടത്, ഗ്രീക്കിലുള്ള ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറാണ് ഈഡിപ്പസ് എന്ന് പറയുന്നത്. ആ ഈഡിപ്പസ് ആ ഒരു ക്യാരക്ടർ ചെയ്ത എന്താണ്, പിതാവിനെ വകവരുത്തിയിട്ട് സ്വന്തം അമ്മയെ വിവാഹം ചെയ്തു എന്നുള്ളത്. അതിൽ നിന്നാണ് ഈ ഒരു ബോയ്സിൽ ഉണ്ടാകുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ്. കാരണം എന്താ, രണ്ട് കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഒന്ന്, അവരുടെ സ്വന്തം പിതാവിനെ ഒരു റൈവലായിട്ട് കണക്കാക്കുകയും ഒരു എതിരാളി, ഒരു കോമ്പറ്റിറ്റർ ആയിട്ട് കണക്കാക്കുകയും അവർക്ക് സ്വന്തം അമ്മയോട് ആ ഒരു സെക്ഷുവൽ ഡിസയർ തോന്നാനുള്ള ആ ഒരു സ്റ്റേജ് അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റേജിൽ നമുക്കൊരു റെസൊല്യൂഷൻ അവിടെ ഉണ്ടാകണം, അല്ലെ? ഈ സ്റ്റേജ് ഇങ്ങനെ നിൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ, ഈ ഒരു കോംപ്ലക്സിന്റെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ബോയ്സ് വിൽ സ്റ്റാർട്ട് ഐഡന്റിഫൈയിങ് വിത്ത് ഫാദേഴ്സ്. അപ്പൊ ബോയ്സ് പിന്നത്തെ ആ ഒരു സ്റ്റേജിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ അപ്പനെ പോലെയാണ്, അച്ഛനെ പോലെയാണ്. അതാണ് ദേ സ്റ്റാർട്ട് ഐഡന്റിഫൈയിങ് വിത്ത് ദിയർ ഫാദേഴ്സ് എന്നുള്ളത്. ആ ഒരു പുരുഷന്റെ ട്രെയ്റ്റ്സ്, ആ മാസ്കുലൈൻ ട്രെയ്റ്റ്സ് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും അത് ഇന്റേണലൈസ് ചെയ്യാനുമായിട്ട് തുടങ്ങുന്നു.
അങ്ങനെയാണ് എന്താ പറയേണ്ടത്, അവരുടെ ആ ഒരു ഡിസയർ ഫോർ ദ മദർ എന്നുള്ളത് ഇല്ലാതെയാകുന്നത്. അത് ആ അച്ഛനുമായിട്ട് അവർ താരതമ്യം ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അംഗീകരിച്ചു തുടങ്ങുന്നു ഫാദർ. അപ്പൊ ഇതേ ഒരു കോംപ്ലെക്സ് പെൺകുട്ടികളിലും ഉണ്ട്. അതിനെ ഇലക്ട്ര കോംപ്ലെക്സ് എന്നവിടെ പറയുന്നു. അപ്പൊ ഇലക്ട്ര കോംപ്ലെക്സ് എന്താണ്? വളരെ സിമിലർ ആയിട്ട് ബോയ്സിന്റെ കാര്യത്തിൽ അവർക്ക് മദേഴ്സുമായിട്ടൊരു അട്രാക്ഷൻ വരികയാണെങ്കിൽ ഗേൾസിന് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ഡിസയർ വരുന്നു ടു ദിയർ ഫാദർ. ആൻഡ് ഇവിടെ അവരവരുടെ അമ്മയെ ഒരു റൈവലായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ടേം ഇലക്ട്ര കോംപ്ലെക്സ് ഇത് എന്താ പറയേണ്ടത്, ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാൾ ജങ്. ഓക്കെ, അതും ഒരു മിത്തിക്കൽ സ്റ്റോറിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ ഇലക്ട്ര എന്ന് പറഞ്ഞ ഒരു മിത്തിക്കൽ ക്യാരക്ടർ ഉണ്ട്. ആൻഡ് ദിസ് ക്യാരക്ടർ ആക്ച്വലി അവരുടെ അമ്മയെ കൊല്ലാനായിട്ട് പദ്ധതിയിട്ടിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു പേര് കാൾ ജങ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോ ഗേൾസ് ഈ ഒരു കോംപ്ലെക്സ് എങ്ങനെയാണ് റിസോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത്? ദേ ഐഡന്റിഫൈ വിത്ത് ദിയർ മദേഴ്സ്. അവരവരുടെ അമ്മയെ പോലെയാണെന്നും അവരത് മനസ്സിലാക്കുന്നത്. എന്താ പറയേണ്ട, ആ ഫെമിനൈൻ ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഒരു റിപ്രഷൻ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. റിപ്രഷൻ ഫ്രം ദറ്റ് സെക്ഷുവൽ ഡിസയർ ടു ദിയർ ഫാദേഴ്സ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് അടുത്ത ഇതിനകത്ത് ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എലിമെന്റ് എന്ന് പറയുന്നത്, ദേ സ്റ്റാർട്ട് ടു ഐഡന്റിഫൈ വിത്ത് ദ സെയിം സെക്സ് പേരന്റ്. അപ്പൊ ഇതിന്റെ റെസൊല്യൂഷൻ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ഒരു ഈഡിപ്പസ് കോംപ്ലെക്സും ഇലക്ട്ര കോംപ്ലെക്സിന്റെയും ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കുട്ടി ആ സെയിം സെക്സ് പേരന്റുമായിട്ട്, അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ അമ്മയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നു, ആൺകുട്ടിയാണെങ്കിൽ അച്ഛനുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ഐഡന്റിറ്റി ഇവിടെ ഡെവലപ്പായി വരണം. അപ്പോഴാണ് ആ ജെൻഡർ ബേസ്ഡ് റോൾസ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സക്സസ്ഫുള്ളി റിസോൾവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് അൺസക്സസ്ഫുൾ റെസൊല്യൂഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇത് സക്സസ്ഫുള്ളി റിസോൾവ് ആയാൽ എന്താ സംഭവിക്കുക? എന്താ പറയേണ്ടത്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ഐഡന്റിറ്റി അവർ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദേ വിൽ അപ്രിഷിയേറ്റ് ദിയർ ജെൻഡർ റോൾസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ലേറ്റർ ഇൻ ലൈഫ് അഡൽട്ട്ഹുഡ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി ഇത് അൺസക്സസ്ഫുൾ ആയിപ്പോയാൽ എന്ത് സംഭവിക്കും? ഈ ഒരു സ്റ്റേജിൽ ആ ഒരു റെസൊല്യൂഷൻ നടന്നില്ല എങ്കിൽ ശരിക്കും ഒരു സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ അവിടെ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ ഈഡിപ്പസ് അല്ലെങ്കിൽ ഈ ഇലക്ട്ര കോംപ്ലെക്സ് റിസോൾവ് ആയില്ലെങ്കിൽ ദർ ഇസ് എ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, വിച്ച് മീൻസ് ആ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഉള്ള വ്യക്തികൾ they will not be able to maintain sexual intimacy, അല്ലെങ്കിൽ ആ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻറ്റിമസി അവർക്ക് അച്ചീവ് ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് അൺസക്സസ്ഫുൾ റെസൊല്യൂഷനിൽ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡീവിയൻ്റ് ആയിട്ടുള്ള സെക്ഷുവൽ ബിഹേവിയർ ഇവിടെ വരാം. അപ്പോ എന്താ പറയേണ്ടത്, അപ്പോ ഇതിനകത്ത് ഒരു ഡീവിയൻ്റ് ആയിട്ടുള്ള സാധാരണഗതിയിൽ എന്താ പറയേണ്ടത്, സൊസൈറ്റി അംഗീകരിച്ചിരിക്കുന്ന ചില പ്രക്രിയകളുണ്ടല്ലോ, സെക്ഷുവൽ റിലേഷൻഷിപ്സ് ആർ കൺസേൺ. അതിൽ നിന്ന് കംപ്ലീറ്റ് വ്യത്യസ്തമായ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ ഡെവലപ്പായി വരും. അപ്പൊ അതിനകത്ത് ഒരു പക്ഷേ ജലസി, അസൂയ വളരെ പെർസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് അവിടെ നിൽക്കും. എപ്പോഴും വളരെ കോമ്പറ്റിറ്റീവ്നെസ് അവിടെ ഉണ്ടാകും. കാരണം എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഇല്ല. എന്താ പറയേണ്ടത്, ആ ഒരു കോംപ്ലെക്സ് റിസോൾവ് ആകാത്തതിന്റെ പുറത്ത്. ആൻഡ് സെക്ഷുവൽ ബിഹേവിയേഴ്സ് കംപ്ലീറ്റ്ലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും. ആൻഡ് ഇവർക്ക് പേഴ്സണാലിറ്റി ഇഷ്യൂസും ഒത്തിരി അധികം ഡെവലപ്പ് ആയിട്ട് വരാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിലെ ഫിക്സേഷൻ, അതായത് അവരവിടെ സ്റ്റാഗ്നന്റ് ആയിട്ട് ഡെവലപ്പ് ആകാതെ സ്റ്റാഗ്നന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ് വരും. Issues like vanity, recklessness, അല്ലെങ്കിൽ there will always be a need for validation of the opposite or from the opposite sex. വാലിഡേഷൻ ഫ്രം ദ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളുടെ ആ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടികളുടെ ശ്രദ്ധ എപ്പോഴും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ അവരുടെ ആ ഒരു ലൈഫ് മാറിപ്പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദ ലാറ്റൻസി സ്റ്റേജ്, വിച്ച് ഇസ് ദ
ഫോർത്ത് സ്റ്റേജ്. അപ്പൊ ഇത് 6 വയസ്സ് മുതൽ പ്യൂബർട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ ഒരു സ്പെസിഫിക് ഏജ് പറഞ്ഞിട്ടില്ല അല്ലേ, ജസ്റ്റ് പ്യൂബർട്ടി എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ പല കുട്ടികളും പല ഏജിലായിരിക്കും പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുക അല്ലേ. ചിലപ്പോൾ 9 വയസ്സാകാം, 10 വയസ്സാകാം, 11, 12, 13 വയസ്സിലൊക്കെ ആയിരിക്കും ചിലപ്പം പ്യൂബർട്ടി അച്ചീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 6 ടു പ്യൂബർട്ടി എന്നും അടുത്ത ജെനിറ്റൽ സ്റ്റേജിനെ പ്യൂബർട്ടി ഓൺവേർഡ് എന്നാണ് പറയുന്നത്, പ്യൂബർട്ടി കഴിഞ്ഞിട്ട് മുമ്പോട്ട്. അപ്പോൾ ഈ ലാറ്റൻസി സ്റ്റേജിൽ എന്താണ്, ഡോർമെന്റ് ആയിട്ടുള്ള സെക്ഷുവൽ ഫീലിങ്സിലേക്കാണ് അവിടുത്തെ ആ ഒരു ഫോക്കസ് പോകുന്നത്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ദ സോഴ്സ് ഓഫ് പ്ലഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് 4ാമത്തെ സ്റ്റേജ് ആണ്. എന്താ പറയേണ്ടത്, ഏകദേശം 6 വയസ്സ് മുതൽ തുടങ്ങി ആ പ്യൂബർട്ടി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് വരെ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ കുട്ടികളുടെ ആ ഒരു സെക്ഷുവൽ ഇമ്പൾസസ് എന്ന് പറയുന്നത് ദീസ് ആർ റിപ്രസ്ഡ് ആൻഡ് അവരുടെ ഫോക്കസ് മാറുന്നത് ടു അതർ ഏരിയാസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതിന് തൊട്ടു മുന്നേ ആ ഒരു സെക്ഷുവൽ ഇമ്പൾസിന്റെ കാര്യമായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ അത് ഏകദേശം 6 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്നു. അതാണല്ലോ ആ ഒരു എന്താ പറയേണ്ടത്, നമ്മൾ 3ാമത്തെ സ്റ്റേജ് നമ്മൾ നോക്കിയത് പാലിക് സ്റ്റേജ് അല്ലേ. അപ്പോൾ ഒരു സെക്ഷുവൽ ക്യൂരിയോസിറ്റിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കുന്നത്. അത് ഏകദേശം റിപ്രസ്ഡ് ആവുകയാണ് ഈ ഒരു 6 വയസ്സിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴത്തേക്ക് അത് അങ്ങ് റിപ്രസ്ഡ് ആകുന്നു ആൻഡ് മറ്റ് ഡെവലപ്മെന്റൽ ഏരിയാസിലേക്ക് ഫോക്കസ് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ലാറ്റൻസി സ്റ്റേജിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിന്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു താരതമ്യേന വളരെ കാമായിട്ടുള്ള ഒരു സൈക്കോസെക്ഷുവൽ ഡെവലപ്മെന്റ് ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ നടക്കുക. ഈ സെക്ഷുവൽ ഏർജസ്, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആ സെക്ഷുവൽ ഏർജസ് എന്ന് പറയുന്നത് അത് സബ്ലിമിറ്റഡ് ആയി. ഇനി അതല്ലെങ്കിൽ ആ താല്പര്യങ്ങള് മറ്റ് ഏരിയാസിലേക്ക് റീഡയറക്റ്റഡ് ആയി ആൻഡ് കുറെ കൂടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കുട്ടികളുടെ മനസ്സ് മാറുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഒരു റീഡയറക്ഷൻ ആണ് എന്താ പറയേണ്ടത്, അവരെ അവരുടെ ആ ഒരു സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ സ്കിൽസിന്റെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത് ഏകദേശം ആ ഒരു 6 വയസ്സ് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ സ്റ്റേജിന്റെ പ്രധാന ആസ്പെക്ട് എന്ന് പറയുന്നത്, അതായത് ഈ ലാറ്റൻസി സ്റ്റേജിൻ്റെത് ഒന്ന് ആ സെക്ഷുവൽ ഏർജസിന്റെ സപ്രഷൻ അവിടെ വരും അല്ലെ. ആൻഡ് മറ്റൊന്ന് അവർക്ക് അന്നേരം എക്സസ് ആയിട്ടുള്ള എനർജി അവർ ചാനലൈസ് ചെയ്ത് മറ്റ് എന്താ പറയേണ്ടത് സോഷ്യൽ, അക്കാഡമിക്കൽ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നാണ് ഫ്രണ്ട്ഷിപ്സ് ബിൽഡ് ആകുന്നത്, സ്കൂളിൽ നല്ലതുപോലെ പെർഫോം ചെയ്യുന്ന, ഹോബീസിലും സ്പോർട്സിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെയധികം ഡെവലപ്പ് ആകുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം എന്താ, പിയേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറെ കൂടെ അവിടെ കൂടുന്നു, അഡൾട്ട്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറെ കൂടെ അവിടെ കൂടുന്നു. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവർ പറയുന്നതിനെ എങ്ങനെ കേൾക്കുക, അതായത് നമ്മൾ ചാടിക്കയറി സംസാരിക്കാതെ എങ്ങനെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത്, അവരെ അനുസരിക്കുക എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. അവർ പറയുന്നത് കേൾക്കുക, കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഈ സ്റ്റേജിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ സ്കൂളിൽ സക്സസ്ഫുൾ ആകുന്നു, ഫ്രണ്ട്ഷിപ്സിൽ സക്സസ്ഫുൾ ആകുന്നു, ഹോബീസിൽ സക്സസ്ഫുൾ ആകുന്നു. ഇതിലൊക്കെ സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു സെൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് അവിടെ അങ്ങ് ബൂസ്റ്റായി അവിടെ അങ്ങ് ഡെവലപ്പായി വരികയാണ് അല്ലേ ഈ കുട്ടികളിൽ. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഈ ഒരു സ്റ്റേജിന്റെ ഇമ്പാക്റ്റ് നമുക്ക് എടുക്കുകയാണെങ്കിലോ എന്താ പറയേണ്ടത്, അത് ഒരു പോസിറ്റീവ് ഔട്ട്കം, അതായത് ഈ ഒരു സ്റ്റേജിൽ സക്സസ്ഫുൾ ആയി എന്ന് നമ്മൾ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഫ്ലിക്റ്റും വരാം, ഫിക്സേഷൻസും വരാം അല്ലേ. അപ്പോ എന്താ പറയേണ്ടത്, ഇത് പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ സ്കിൽസ് വളരെയധികം ഡെവലപ്പ് ചെയ്ത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ് അവർക്കുണ്ടാകും. അക്കാഡമിക് അച്ചീവ്മെന്റ് വളരെ സ്ട്രോങ് ആയിരിക്കും. അവരുടെ ഹോബീസിലും ഇൻട്രസ്റ്റിലും ഒക്കെ അവർക്ക് ഒത്തിരി അധികം താല്പര്യം വരും എന്ന് പറയാം. ഇനി ഇവിടെ പൊട്ടൻഷ്യൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യത എന്താണ്, അഥവാ ഈ ഒരു സ്റ്റേജിൽ ഫിക്സ്ഡ് ആയി പോവുകയാണെങ്കിൽ ദർ ഇസ് എ ലാക്ക് ഓഫ് എൻഗേജ്മെന്റ്. അവർ ഒരു പക്ഷേ സോഷ്യൽ ആക്ടിവിറ്റീസിൽ അവർ പങ്കെടുക്കില്ല, അക്കാഡമിക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കില്ല. അപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ കുട്ടികൾക്ക് മിസ്സാകും. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു എൻഗേജ്മെന്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി അവർ ഒറ്റപ്പെടും, ഐസൊലേറ്റഡ് ആയി പോകും എന്നുള്ളതാണ്.
അപ്പോൾ ഐസൊലേറ്റഡ് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ ആക്ടിവിറ്റീസിൽ നിന്ന് ഇവർ മാറി നിൽക്കും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് എവിടെ പോയി, അവരുടെ സെൽഫ് എസ്റ്റീം എവിടെ നിൽക്കുന്നു, അവരുടെ സോഷ്യലൈസേഷൻ ഒക്കെ വളരെയധികം പുവറായി പോകും എന്നുള്ളതാണ്. റൈറ്റ്. ആൻഡ് ഫൈനലി വി കം ടു ദ ജെനിറ്റൽ സ്റ്റേജ്. ഇത് ആ ഒരു പ്യൂബർട്ടി മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മെച്യൂർ ആയിട്ടുള്ള സെക്ഷുവൽ ഇൻട്രസ്റ്റ് വീണ്ടും ഇവിടെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇതാണ് ആ സൈക്കോസെക്ഷുവൽ തിയറിയുടെ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്യൂബർട്ടി ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ടു അഡൽട്ട്ഹുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ആപ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സെക്ഷുവൽ ഏർജസിനെ ഉണർത്തിയെടുക്കുന്നു, ഒരു റീ അവേക്കനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഏനൽ സ്റ്റേജിൽ ഉണ്ടായത് ലാറ്റൻസി സ്റ്റേജിൽ അവിടെ അത് ഡോർമെന്റ് ആയി. ഈ ജെനിറ്റൽ സ്റ്റേജിൽ അതിനെ വീണ്ടും ഉണർത്തിയെടുത്ത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അത് ഉണർന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് കാണേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ നോക്കിയത് എങ്ങനെയായിരുന്നു, ഈ എന്താ പറയേണ്ടത്, ജെനിറ്റൽ സ്റ്റേജിൽ നമ്മൾ ഏർലിയർ സ്റ്റേജിനേക്കാളും ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സെൽഫ് സെന്റേർഡ് ആയിരുന്നു നേരത്തെ നോക്കിയാൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിപരമായ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു അവിടെ നോക്കിയിരുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു മ്യൂച്വൽ ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഇവിടെ ശ്രമിക്കുന്നത്. മ്യൂച്വൽ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർ ഇവിടെ ഇൻവോൾവ്ഡ് ആയിട്ട് വരും അല്ലേ? ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, അതാണ് ഇവിടെ ഫോസ്റ്റർ ആയിട്ട് വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സെക്ഷുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കുറെ കൂടെ മെച്യൂർ ആയി, ആ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന ബന്ധങ്ങൾ കുറെ കൂടെ മീനിങ് ആയിട്ടും കുറെ കൂടെ ബാലൻസ്ഡ് ആയിട്ടും മുമ്പോട്ട് വരുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റീ അവേക്കനിങ് ഓഫ് ദ സെക്ഷുവൽ ഏർജസ്, മെച്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഫോം ചെയ്യുക, ആൻഡ് ആ ഒരു എന്താ പറയേണ്ട സെൽഫ് ഗ്രാറ്റിഫിക്കേഷനിൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു ടു മ്യൂച്വൽ ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോ ഇവിടെ ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൻ്റെ നോക്കുകയാണെങ്കിലോ, ശരിക്കും ഇവിടുത്തെ എക്സ്പീരിയൻസും റെസൊല്യൂഷനും, ഏർലിയർ സ്റ്റേജസിലുള്ള എക്സ്പീരിയൻസും റെസൊല്യൂഷനും ശരിക്കും എന്താ പറയേണ്ടത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ആ ഒരു വ്യക്തിയുടെ എബിലിറ്റിയെ, അപ്പൊ ഈ ഒരു ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അവസാനത്തെ സ്റ്റേജ് വളരെ ലേറ്റ് ആയിട്ട് വരുന്നത്. ഇതിനു മുന്നേ 4 സ്റ്റേജസ് കടന്നുപോയി അല്ലേ? അപ്പോഴാ കടന്നുപോയ 4 സ്റ്റേജസിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി, അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് അവിടെ ഉണ്ടായി. ഇനി റെസൊല്യൂഷൻ ഉണ്ടായില്ല എങ്കിൽ ഈ ഒരു സ്റ്റേജിനെ അത് ബാധിക്കും. റെസൊല്യൂഷൻ ഉണ്ടായിരുന്നാലും ഈ ഒരു സ്റ്റേജിനെ, അല്ലെങ്കിൽ ഈ ഒരു ജെനിറ്റൽ സ്റ്റേജിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഇതിന്റെ മുന്നത്തെ സ്റ്റേജസ് മുഖാന്തരം ഒരു വ്യക്തിക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയാൽ ഈ ഒരു സ്റ്റേജും തരണം ചെയ്യാൻ പറ്റാതെ വരും അല്ലേ? അപ്പോൾ ആ ഒരു ഇമോഷണൽ വെൽബീയിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരും. അപ്പൊ ഇത് ഈ ഒരു സ്റ്റേജ് സക്സസ്ഫുൾ ആയിട്ട് നാവിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ഐഡന്റിറ്റി അവിടെ ഡെവലപ്പായി വരുന്നു. ഇനി ഒരു സ്റ്റേജിൽ നാവിഗേഷൻ അൺസക്സസ്ഫുൾ ആയി പോവുകയാണെങ്കിലോ വീണ്ടും ഒറ്റപ്പെടുന്നു, ഒരു സെൻസ് ഓഫ് ഐസൊലേഷൻ അവിടെ വരുന്നു. ആൻഡ് ഇവരുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചലഞ്ചസ് അത് നിരന്തരമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഈ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കിടക്കുന്ന അവരുടെ പ്രീവിയസ് സ്റ്റേജസിൽ നിന്ന് ഇത് അവരുടെ ആ ഒരു ജീവിതത്തെ അത് എഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല, ഇമോഷണൽ ഇൻറ്റിമസി അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സ് അവർക്ക് പറ്റാതെ വരും. സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഇവിടെ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഇവിടെ വരും. ആൻഡ് ഇമോഷണലി അവർ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയി പോകും എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് പറയുന്നത് ഈ സൈക്കോ അനലിറ്റിക് തിയറിയുടെ തന്നെ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ തന്നെ കോൺസെപ്റ്റ്സ് ആയ ഐഡി, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ, ഇതിനെ നമുക്ക് ഈ ഒരു സൈക്കോ അനലിറ്റിക് തിയറിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. സോ ഇറ്റ്സ് ഓൾറെഡി 45 minutes now. സോ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയേണ്ടത് സെയിം
തിയറിയുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അടുത്ത പാർട്ടിൽ നമ്മൾ എന്താ പറയേണ്ടത്, അദ്ദേഹത്തിന്റെ ആ സൈക്കിന്റെ മോഡൽ എന്താണ്, അതാണ് ID, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇറ്റ്സ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി എന്താ പറയേണ്ടത്, യൂസ്ഫുൾ. ആൻഡ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് അല്ലേ. സോ ഇത് നമുക്ക് അടുത്ത ഒരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐ ഓൾവേസ് ആസ് ഐ ഓൾവേസ് സേ, എന്താ പറയേണ്ടത്, ഇത് കഴിഞ്ഞുള്ള പാർട്സിന്റെ വരുന്നതിന്റെ ലിങ്കും ഞാൻ ഈ പാർട്ടിന്റെ എന്താ പറയേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് വി ഓൾസോ ഹാവ് അവർ സ്റ്റഡി ഗ്രൂപ്പ് വാട്സാപ്പിൽ. ആ സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. നോട്ട്സ് ആവശ്യമുള്ളവർ ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ നോട്ട്സ് എടുക്കാം, പ്രിന്റ് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരുപാടധികം ക്വിസസും ഡിസ്കഷൻസും ഒക്കെ നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. യു ആർ വെൽക്കം ടു ജോയിൻ ദ സ്റ്റഡി. സോ താങ്ക് യു വെരി മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് സെബാസ്റ്റ്യൻ ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.